SSLC പരീക്ഷയിൽ 99.5% വിജയം. കണ്ണൂരാണ് വിജയശതമാനത്തിൽ മുന്നിൽ. ഫുൾ A+കാരുടെ എണ്ണത്തിലും ഇക്കുറി മലപ്പുറം ജില്ല മുന്നിട്ട് നിന്നു. വിജയശതമാനം വളരെ താഴെ പോയ സ്കൂളുകളിൽ പ്രത്യേക അന്വേഷണം നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. പതിവ് പോലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. ആകെ പരീക്ഷ എഴുതിയ 4,26,697 പേരിൽ 4,24,583 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. വിജയശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നേരിയ കുറവുണ്ടായി. 99.69% എന്നത് ഇക്കുറി 99.5 99.87% വിജയവുമായി കണ്ണൂർ പട്ടികയിൽ ഒന്നാമതെത്തിയപ്പോൾ 98.59% തിരുവനന്തപുരമാണ് ഏറ്റവും പിന്നിൽ. ഫുൾ A+കാരുടെ എണ്ണത്തിൽ ഇക്കുറി വലിയ കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 71,831 എന്ന കണക്ക് 61,449 താഴ്ന്നു. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ 99.87%. വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം. എല്ലാ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 61,449. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ വിജയശതമാനത്തിൽ ഏറ്റവും താഴെ പോയ 10 സ്കൂളുകളുടെ പട്ടിക സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. എവിടെയാണ് വീഴ്ചയുണ്ടായതെന്ന് പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഈ 10 വിജയശതമാനം കുറഞ്ഞ സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതായത് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർമാർ എന്തുകൊണ്ടാണിത് കുറഞ്ഞു വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തി ഈ ജൂൺ 2 സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ റിപ്പോർട്ട് നൽകണമെന്ന് ഉള്ള ഒരു തീരുമാനം ഇപ്രാവശ്യം കൈക്കൊള്ളുകയാണ്. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായി ഇത്തവണ പ്രത്യേക സംവിധാനം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അതാത് പ്രിൻസിപ്പൽമാരുടെ അധ്യക്ഷതയിൽ സ്കൂൾ തലത്തിൽ അഡ്മിഷൻ കമ്മിറ്റി തുടങ്ങാനാണ് തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.